ഹായ് ആട് 3 എന്ന സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണ് നേടിക്കൊണ്ടിരിക്കുന്നത്. വമ്പൻ കളക്ഷനാണ് തിയേറ്ററുകളിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കാര്യമായിട്ടുള്ള ഇടിവ് വന്നിട്ടുണ്ട്. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. സിനിമ ഇന്ന് 7ാം ദിവസമാണ്. ഇന്നത്തോടുകൂടി സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ വിശ്വാസം. ആദ്യ ദിവസങ്ങളിൽ വമ്പൻ കളക്ഷനാണ് സിനിമയ്ക്ക് വന്നത്. വിദേശ മാർക്കറ്റിൽ വലിയ കളക്ഷനാണ് ആദ്യ ദിവസങ്ങളിൽ സിനിമ ഉണ്ടാക്കിയെടുത്തത്. ഫസ്റ്റ് 12 കോടിക്ക് മുകളിലാണ് വിദേശ മാർക്കറ്റിൽ നിന്നും കളക്ഷനായിട്ട് സിനിമയ്ക്ക് വന്നത് എങ്കിൽ രണ്ടാമത്തെ ദിവസമായിട്ടുള്ള വെള്ളിയാഴ്ച അത് 15 കോടിക്ക് മുകളിലായി മാറി. ശനിയാഴ്ച ദിവസവും അത് 15 കോടിക്ക് മുകളിൽ തന്നെയാണ്. ഞായറാഴ്ച ചെറിയ ഇടിവ് വന്നെങ്കിലും തിങ്കളാഴ്ച വലിയ ഡ്രോപ്പാണ് ഉണ്ടായത്. ചൊവ്വാഴ്ച ഇന്നലെയും വലിയ കുറവ് വന്നിട്ടുണ്ട്. ആദ്യ 4 ദിവസം കൊണ്ട് വേൾഡ് വൈഡ് കളക്ഷനായിട്ട് ട്രാക്കേഴ്സിന്റെ കണക്ക് പ്രകാരം 82 കോടി 53 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. 5ാം ദിവസമായിട്ടുള്ള തിങ്കളാഴ്ച 7 കോടിക്ക് താഴെയാണ് സിനിമയുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ. അതുപോലെ ഇന്നലെയും സിനിമയ്ക്ക് 6 കോടിയോളം മാത്രമാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 6 ദിവസം കൊണ്ട് 95 കോടിയോളം രൂപയാണ് സിനിമയ്ക്ക് ബോക്സ് ഓഫീസ് കളക്ഷനായിട്ട് വേൾഡ് വൈഡ് ഇതുവരെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഇന്ന് 5 കോടിക്ക് മുകളിലുള്ള കളക്ഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തോടുകൂടി സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ്. തീർച്ചയായും ഒരു ജയസൂര്യ സിനിമയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ കളക്ഷൻ എന്ന് തന്നെ പറയേണ്ടി വരും. സിനിമ തിയേറ്ററുകളിൽ വലിയ വിജയമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പ്രൊഡ്യൂസർക്ക് വലിയ ലാഭം ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ്. പക്ഷേ സിനിമയുടെ ബഡ്ജറ്റ് 65 കോടി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബിസിനസ്സിലൂടെ സിനിമ ലാഭമായി മാറും, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം സിനിമ ലാഭമാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും അത് ഇപ്പോൾ പറയാൻ സാധിക്കില്ല. 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയാൽ മാത്രമാണ് 65 കോടി എന്ന ഷെയർ അതിന്റെ പ്രൊഡ്യൂസറിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ 150 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയെടുക്കണം ഈ സിനിമ തിയേറ്ററുകളിൽ നിന്ന്. അത് സാധിക്കുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും സിനിമ പ്രൊഡ്യൂസർക്ക് ലാഭമാണ്. പല ബിസിനസ്സിലൂടെയും സിനിമ പ്രൊഡ്യൂസർക്ക് ലാഭം തന്നെയാണ്. തിയേറ്റർ കളക്ഷനിലൂടെ ലാഭം നേടുമോ ഇല്ലയോ എന്ന് കണ്ടു തന്നെ അറിയണം. എന്തായാലും ആദ്യ ആഴ്ചയിൽ തന്നെ ഈ സിനിമ 100 കോടി നേടും എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് രാത്രിയോടുകൂടി സിനിമ 100 കോടി എന്ന നേട്ടം സ്വന്തമാക്കും എന്നുള്ളത് തന്നെയാണ്. കാത്തിരിക്കാം എന്താണ് സംഭവിക്കുക എന്നറിയാൻ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ.